ജസ്നെ അപായപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ജെയിംസ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ആ കാര്യങ്ങൾ 19-ന് പറയുമെന്നും ജെയിംസ് വ്യക്തമാക്കി. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് തന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് വീഴ്ച ഉണ്ട്. അപായപ്പെടുത്തി കാണും. പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപായപ്പെടുത്തി ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസരത്ത് തന്നെ പ്രത്യേകിച്ച് എല്ലാം ലൗകികാതും മറ്റുള്ള ഒത്തിരി പേരുടെ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്ന് വിശ്വസിക്കത്തില്ല. ഇന്നില്ല. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോഴും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച ഒരു ഏജൻസിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ അച്ഛൻ ഒരു അജ്ഞാത സുഹൃത്തുണ്ട്, ജസ്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ പറയാൻ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ജെയിംസിന് അച്ഛന് ലഭിച്ചത്? ജസ്ന തിരോധാന കേസിന് 5 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇഘട്ടത്തിൽ ലോക്കൽ പോലീസ് മുതൽ CBI വരെയുള്ള അന്വേഷണം ഇഘട്ടത്തിൽ ഉണ്ടായെങ്കിലും കാര്യമായ പുരോഗതി ഏതും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. CBIയും കേസ് അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനകളെ തുടർന്ന് സമാന്തരമായ ഒരു അന്വേഷണം ജെയിംസിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രത്യേക ടീമായി ഈ വിഷയം പരിശോധിച്ച് വരികയായിരുന്നു. വിവിധ ഏജൻസികൾ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് വിശദമായ ഒരു പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ സ്വയം ഒരു അന്വേഷണം നടത്തുകയും അതിൽ ലഭ്യമായ വിവരങ്ങളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് മകൾ ജീവനോടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മകളെ ആരോ അപായപ്പെടുത്തി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തവണയെങ്കിലും അവൾ തന്നെ ബന്ധപ്പെടുമായിരുന്നു എന്ന് ജെയിംസ് ഉറപ്പിച്ചു പറയുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബ്രെയിൻ മാപ്പിങ്ങിനടക്കം സ്വയം വിധേയനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വാക്കുകളിൽ അവിശ്വസനീയതയുടെ യാതൊരു കണിക പോലും ഉണ്ടാവേണ്ടതില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ജെയിംസ് വ്യക്തമാക്കുന്നത്. ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് ഉള്ള വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വർഗീയമായി പോലും ഇതിനെ ഉപയോഗിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുവെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. 19-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. ആ സമയം കോടതിയുടെ നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഈ കാലയളവിൽ ലഭ്യമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ 19-ാം തീയതി കോടതിയെ അറിയിക്കും. ഒരുപക്ഷേ മാധ്യമങ്ങളുടെ അത്തരം വിവരങ്ങൾ പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറാകാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. ശരി അഭിലാൽ.